ഹായ്, ഹലോ, നമസ്കാരം. നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ഞാനിന്ന് എൻ്റെ പേരക്കുട്ടിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വെക്കേഷൻ ടൈമാണല്ലോ, അതുകൊണ്ട് അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചു എൻ്റെ സ്റ്റൈലിൽ. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്ന മാതിരി നിങ്ങൾക്ക് കാണിച്ചു തരാം. അവൾക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ്, പിന്നെ ഹെൽത്തി ആണല്ലോ, നെയ്യും ഒക്കെ ഇട്ടതുകൊണ്ട് നല്ലതാണ്. ഓക്കെ, വരൂ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പുകൾ കാണാം. അപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ പച്ചരി 8 മണിക്കൂർ കുതിർത്തിയത്, 1 കപ്പ് അരിപ്പൊടി, തേങ്ങാക്കൊത്ത്, 5-8 ഏലക്കായ, 6 ചെറുപഴം, 1/2 കിലോ വെല്ലം. വെല്ലത്തിന് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാവൊന്നും ആക്കണ്ട, ഒന്ന് ലിക്വിഡ് ആക്കണം. അപ്പോൾ അതിട്ടിട്ടാണ് അരി ഇട്ടിട്ട് അരയ്ക്കേണ്ടത്. അത് കഴിഞ്ഞ് 6 പഴത്തിന് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യുക. സ്മാഷ് ചെയ്തിട്ട് ചെറുപഴമാണ് നല്ലത്, ഏത് പഴം വേണമെങ്കിലും ഇടാം, പക്ഷേ ചെറുപഴമായിരിക്കും കുറച്ചുകൂടി ആ പുളിപ്പും നന്നായിരിക്കുക. അത് കഴിഞ്ഞ് ഫുൾ അരി ഇടണ്ട, കുറേശ്ശെ അരിയായിട്ട് അരി ഇടുക, പഴം ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളവും കുറച്ച് നമ്മുടെ വെല്ലത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതും ഇട്ടിട്ട് ഒരുവിധം നല്ല പോലെ അരയ്ക്കണം. മാവരഞ്ഞു ഞാൻ 2-3 സെറ്റായിട്ട് അരയ്ക്കണം. ഒന്നിച്ച് അരി ഇടാൻ പാടില്ല, കുറേശ്ശായിട്ട് അരയ്ക്കുക. അതിനുശേഷം ഒരു ഇത് വെച്ച് ചെറിയൊരു കട്ടോരി തവ വെച്ചിട്ട് അതിൽ നെയ്യ് 2 സ്പൂൺ ഒഴിക്കുക. എന്നിട്ട് ഇതിനെ നല്ല റെഡായിട്ട് വറുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടി തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ഇനിയും ഇടാം. നല്ല ചുവപ്പ് കളറാവണം. ഇത് വറുത്തിട്ട് അതിന് നല്ല സ്മെല്ലുണ്ടാകും. നല്ലപോലെ വറുത്താൽ അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച മാവിൽ കുറച്ച് പഞ്ചസാര, ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ഇടാം, കുറച്ചുകൂടി മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് അരിപ്പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് മാവ് കുറച്ച് വെള്ളമായിരിക്കുമല്ലോ, അപ്പോൾ അപ്പം വളരെ എണ്ണ കുടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി കുറച്ചിടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെള്ളമായിട്ടുള്ള മാവാകുമ്പോൾ കുറേ ഓയിൽ ഇതായി കളയും, അത് അത്ര നല്ലതല്ലല്ലോ ദേഹത്തിന്. അതുകൊണ്ടാണ് ഇത് അത് കഴിഞ്ഞ് ഈ തേങ്ങാക്കൊത്തും അതിലിടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇതും 8 മണിക്കൂർ റെസ്റ്റിങ്ങിന് വെക്കണം. അപ്പോഴേ ഒന്ന് പുളിച്ച് വരണം മാവ്. പുളിച്ച് വന്നാലേ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടുള്ളൂ. 8 മണിക്കൂർ കഴിഞ്ഞു. ഞാനിത് അപ്പം ഹാഫ് നെയ്യ്, ഹാഫ് എണ്ണ, അങ്ങനെ 1/2 ഗ്ലാസ് എണ്ണ, 1/2 ഗ്ലാസ് നെയ്യ്. എന്നിട്ട് ഇതിൽ ഒഴിച്ചിട്ട് സിമ്മിൽ വയ്ക്കുക, ഒരുപാട് ഹൈയിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പം വലിയ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒഴിക്കാം, പക്ഷേ ചിലപ്പോൾ ഉള്ളു വേകില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ അപ്പമാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ പേരത്തിക്ക് എല്ലാവർക്കും ചെറിയ അപ്പമാണ് ഇഷ്ടം, അത് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ മാവ്. എന്നിട്ട് ഈ പോർക്കോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഒരു ഭാഗം കുറച്ച് ഇതായി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് ഒരു ബ്രൗണിഷ് കളറാവണം, അപ്പോഴേ ഉള്ളു വേവുള്ളൂ. എന്നിട്ട് സ്പൂണ് കൊണ്ട് എടുക്കുകയാണ് എളുപ്പം. ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റുക. എപ്പോഴും അപ്പം നല്ല ബ്രൗൺ ആയാലേ ഉള്ളു വേകുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ഉള്ളു പച്ചമാതിരി ഇരുന്നാൽ നന്നായിരിക്കില്ല. ഇതിനെയും എടുത്ത് വയ്ക്കുക. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ മാവിനെയും ഇങ്ങനെ ഇതുമാതിരി സിമ്മിൽ തന്നെ വെക്കണം. എണ്ണ ഇനി കുറവാണെന്ന് തോന്നുക, കുറച്ചുകൂടി നമുക്ക് എണ്ണയും നെയ്യും മിക്സാക്കിയത് ഇനി ഒഴിക്കുക. ഇതിൽ അതായി ഞാനിപ്പോൾ ഒരാട്ടം എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള മാവും അങ്ങനെ തന്നെ ഇതാക്കുക. എല്ലാം ഞാൻ ആക്കി കഴിഞ്ഞു. ഒരു 60ഓളം അപ്പം കിട്ടും ഇങ്ങനെ 1/2 കിലോ പച്ചരിയിൽ ഉണ്ടാക്കിയാൽ. ചുടി ഉണ്ണിയപ്പം റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, സോഫ്റ്റ് ഉണ്ടെന്ന് കുട്ടികൾ പറഞ്ഞ് കഴിച്ച് നോക്കിയപ്പോൾ നിങ്ങൾ നോക്കിക്കോളും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.